ഓൾറെഡി ബിലീവ്ഡ് മീഡിയ വാസ്റ്റ് മീഡിയക്ക് ഏറ്റവും ഒരു ഇലക്ഷൻ വൈസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പോലും ഓഡിയൻസിനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ഷൻ വൈസിൽ മീഡിയയിലൂടെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ പറ്റും, അതൊരു ബിഹേവിയറൽ അപ്രോച്ച് നൽകാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് തിയറി എന്ന് പറയുന്നത് ഒരു സെലക്റ്റീവ് എക്സ്പോഷർ തിയറി ആയിരുന്നു. ഡിഫറെൻറ്റ് പിക്ചർ എഫക്റ്റ് എബിലിറ്റി ടു ഇൻഫ്ലുവൻസ്, എബിലിറ്റി ആൻഡ് ഇൻഫ്ലുവൻസിനെ കൊടുത്തിട്ടാണ് ഉള്ളത്. ആ തിയറിയാണ് സെലക്റ്റീവ് എക്സ്പോഷർ തിയറി എന്ന് പറയുന്നത്. അതർവൈസ് നോൺ ആസ് ഇതിനെന്ത് പറയും, കൺഫർമേഷൻ ബയസ് എന്നുകൂടി ഈ തിയറീസിനെ പറയുന്നുണ്ട്. അതായത് ഇൻഫോർമേഷൻ സപ്പോർട്ട് നൽകിക്കൊണ്ട് പ്രീ എക്സിസ്റ്റിംഗ് ബിലീവ്സ് വേറെ ഇൻഫോർമേഷൻ കോൺട്രാഡിക്ഷൻസ് ദോസ് ബിലീവ്സ്. അതായത് എന്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളത്, ഇൻഫോർമേഷൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളത്, ബിലീവ്സിനെ, ഇൻഡിവിജ്വൽ ബിലീവ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സെലക്റ്റീവ് എക്സ്പ്ലോഷർ തിയറി അല്ലെങ്കിൽ കൺഫർമേഷൻ ബയസ് എന്നറിയപ്പെടുന്ന തിയറീസും ഇതിലുണ്ട്. അത് ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസിനെ മാസ് മീഡിയ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതിനുള്ള ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മേജർ റോൾ എന്ന് പറയുന്നത് ഹ്യൂമൻ സൈക്കോളജിയിൽ ഒരു ഷോർട്ട് ടേം എഫക്റ്റ് ആയിട്ട് എന്ത് നടക്കുന്നുണ്ട്, മാസ് മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു കോഗ്നിറ്റീവ് തിയറിയിലുള്ളത്. നെക്സ്റ്റ് മീഡിയ, സോഷ്യൽ മീഡിയ ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ കോഗ്നിഷൻ ആൻഡ് ബിഹേവിയർ. അതായത് നമ്മുടെ ഇന്നലത്തെ കാലഘട്ടത്തിൽ പഴയതിൽ നിന്നും വ്യത്യസ്തമായി ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി ഈ അറ്റ് പ്രസൻറ്റിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ ബിഹേവിയറൽ ചേഞ്ചസും നമുക്ക് മാറി മറിഞ്ഞിട്ടുണ്ട് ഇല്ലേ. നമ്മളിപ്പോൾ ഏതെടുക്കുകയാണെങ്കിൽ ഒരു ഫിസിക്കൽ എടുക്കുന്നുണ്ടെങ്കിൽ, മെൻ്റൽ ഹെൽത്ത് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എടുക്കുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് എടുക്കുന്നുണ്ട്, വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ, ഏത് ഫീൽഡ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും പഴയതിൽ നിന്നും മാറി ഇന്ന് അറ്റ് പ്രസൻറ്റിൽ നമ്മൾ എത്രയോ മാറിക്കൊണ്ടിരിക്കുന്നത് ഏതിൽ നിന്നിലൂടെയാണ്, മാസ് കമ്മ്യൂണിക്കേഷൻസിലൂടെയാണ്. നമ്മളിപ്പോൾ എന്തിനും ദ ഡൗട്ട്സ് പീപ്പിൾ ഷെയർ റേഞ്ച് ഫ്രം വൺ സ്റ്റഡി. നമുക്ക് എന്ത് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് അപ് ടു ഡേറ്റ് ആയ കാര്യങ്ങൾ പോലും നമുക്ക് ഏതിൽ നിന്നാണ് കിട്ടുന്നത്, മീഡിയ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അതിൻ്റെ കൺഫർമേഷൻ മോർ ദാൻ മച്ച് ബിലീവ് പ്രോസ്പെരിറ്റി ഇഗ്നർ അതേഴ്സ്. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത് മോർ ബിലീവ് ആൻഡ് ബിലീവബിളും ആണ്. പർപ്പസ്ലി നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളതിൽ നിന്ന് ഇഗ്നോർ ചെയ്യുകയും ചെയ്തിട്ട് നമുക്കൊരു സ്ട്രോങ്ങർ മാറ്റേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റണം, മാസ് മീഡിയയിൽ നയിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊരു സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ് ആണ് ഇതിൽ കൊണ്ടുവരാൻ പറ്റുക, ഈ മീഡിയയിൽ കൊണ്ട്. അതൊരു നമുക്കൊരു ഫോക്കസ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ഒരു ഫോക്കസ് നമുക്ക് മീഡിയക്ക് കൊടുക്കാനും എടുക്കാനും പറ്റും. പിന്നെ നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ദ റിസർച്ച് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റീൻ്റെ റിസർച്ചർ എന്ന് പറയുന്നത് ബിഹേവിയർ ഇൻ അഡോളസൻസ് ഇൻ ലിങ്ക്ഡ് ടൈം ടു സ്പെൻഡ് ഓൺ. അതായത് പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, അതായത് അഡോളസൻസിനെയൊക്കെ മാസ് മീഡിയകൾ ഇൻഫ്ലുവൻസ് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതത്രയേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സൈക്കോളജിന് മീഡിയ ആയിരുന്നു. മീഡിയ എന്താണെന്ന് പറഞ്ഞു, മീഡിയ നമുക്ക് എന്താ ഇൻഫോർമേഷൻസ് ആണ് നൽകുന്നത് എന്ന് പറഞ്ഞു. അപ്പം മീഡിയയിൽ തന്നെ നമുക്ക് എല്ലാ വിവരങ്ങളും അല്ലെ ഓൺ ദ സ്പോട്ടിൽ ഒരു കൈയെത്തും ദൂരം അല്ലെങ്കിൽ ഒരു വിരൽത്തുമ്പിൽ നമ്മുടെ എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ലോകത്തിൽ നടക്കുന്ന ഏതും, ഇപ്പോൾ ഒരു സുനാമി വന്ന ആ കാലഘട്ടത്തിൽ നമ്മളൊരു ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ആ വിവരം അറിഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇതിലൂടെയാണ്, മീഡിയാസ് വഴിയാണ്. മീഡിയാസിന് എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോളജിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതിൽ മീഡിയാസ് തന്നെ പല തരത്തിലുണ്ട്, 3 തരത്തിലാണ് മീഡിയാസ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിൻ്റ് മീഡിയ ആയിരുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മീഡിയ. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് ന്യൂ ഏജ് മീഡിയ. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, ബ്രോഷർ, ബില്ലുകൾ അതൊക്കെയാണ് പെടുക. സെക്കൻഡ് വൺ ഇലക്ട്രോണിക് മീഡിയ ആണ്, TV, റേഡിയോ കാര്യങ്ങൾ. ആൻഡ് തേർഡ് വൺ ന്യൂ ഏജ് മീഡിയ ആണ്, ഫോണ്, WW അതൊക്കെ ഏതിൽ പെടും, ന്യൂ ഏജ് മീഡിയാസിൽ പെടും. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമൻ കോഗ്നിഷൻ ആൻഡ് ബിഹേവിയർ. അതായത് ഇന്നത്തെ നിലവിൽ ഒരു കമ്മ്യൂണിക്കേഷൻസ് ചെയ്ത് നമ്മളെ ലൈഫിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഒരു നല്ല കാര്യങ്ങൾ കണ്ടാൽ നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യും, നല്ലതിനെ ആക്സെപ്റ്റ് ചെയ്യും, മറ്റേതിനെ ഇഗ്നോർ ചെയ്യാനും പഠിക്കുന്ന തരത്തിലുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. നമ്മളിപ്പോൾ നമ്മളിപ്പോൾ അസേർട്ട് ചെയ്ത് എടുക്കുന്നത് എന്താണോ അതിൻ്റെ ഒരു അതേ തരത്തിലെടുക്കാതെ അതിൻ്റെ നല്ലതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം,
മീഡിയ വഴി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അത് ഈ മീഡിയാസ് തന്നെ നമുക്കൊരു ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരുത്തുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തന്നെ ടെലിവിഷനിൽ അല്ലെങ്കിൽ ഒരു ഫിലിമായാൽ പോലും നമ്മളെ അത് എത്രയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ. അത് നമുക്ക് ബിഹേവിയറലി നമ്മളെ ചേഞ്ച് വരുത്തുന്നുണ്ട്, മെൻ്റലി നമ്മളെ ചേഞ്ച് വരുത്തുന്നുണ്ട്. നമ്മൾക്കതിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കതിൽ നമുക്കിതൊന്ന് തരാൻ പറ്റുന്നുണ്ട്. ഇതിന് ഫിലിംസിന് അതേസമയം ഒരു ഇലക്ഷൻ നടക്കുന്ന അത് നമുക്കൊരു ബിഹേവിയറൽ ചേഞ്ചാണ് വരുന്നത്. അതൊരു കൊഗ്നിറ്റീവ് ടൈപ്പിലായിരിക്കും കിട്ടുന്നത് നമ്മൾ. പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് ഡിവൈസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുന്ന ടൈമിൽ നമുക്ക് ഒരു പാർട്ടി ഇതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ഷൻ പ്രൊസീജിയർ നടക്കുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് കിട്ടുന്ന എല്ലാ വിവരങ്ങളും നമുക്ക് എവിടെ നിന്നാണ്? ഈ മാസ് മീഡിയാസ് വഴിയാണ്. അതിൽ നിന്നാണ് നമ്മൾക്ക് കൂടുതൽ പോപ്പുലാരിറ്റി ആ വ്യക്തിയിലേക്ക് കിട്ടുന്നത് അല്ലേ. അപ്പം നമുക്ക് അത് ഏറ്റവും വലിയ എക്സാമ്പിൾസാണ്. ഇലക്ഷൻ ടൈമിൽ നമ്മളൊരു സ്ഥാനാർത്ഥിനെ നമ്മൾ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്ന പറ്റുമോ എന്നുള്ളതിൽ ഒരു 90% കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മീഡിയാസിന് കഴിയാറുണ്ട്. അപ്പോൾ അത് പലതരത്തിലും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, മീഡിയാസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ തിയറി പാർട്ടുണ്ടായിരുന്നു. അതായത് സോഷ്യൽ മീഡിയയിലെ തിയറീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഹോവൽഡിൻ്റെ തിയറി ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫെലിക്സ് ലസാർഡിൻ്റെ തിയറീസ് ആയിരുന്നു. അത് മാജിക് ബോണ്ട് തിയറി ആയിരുന്നു. പിന്നെ സെലക്റ്റീവ് എക്സ്പോസർ തിയറി, അതായത് കൺഫർമേഷൻ ബയസ് തിയറി എന്നുകൂടിയാണ്. പിന്നെ മാജിക് ബുള്ളറ്റ് തിയറിയാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. പിന്നെ ബന്ദൂരേൻ്റെ കോഷ്യൻസ് ആയിരുന്നു. ബന്ദൂരേൻ്റെ ഇതെന്ന് ഇമോഷണലി നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത് മീഡിയ എന്ന് പറയുന്നത്. ഒരു കുട്ടീനെ കാർട്ടൂൺ കാണുമ്പോൾ അത് ഇമോഷണലി അവൻ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് അവൻ്റെ ലൈഫിൽ കാണിക്കും അല്ലേ. ഇപ്പോൾ ബന്ദൂരൻ്റെ ഇമോഷണലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏതെന്ന് പറയുന്നത് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ തന്നെ. ഈ മാജിക് ബുള്ളറ്റ് തിയറി അല്ലെങ്കിൽ ഹൈപ്പോടെർമിക് തിയറി എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് എഫക്റ്റ് മോഡലായിട്ടാണ് ഇതിനെ കാണുന്നത്, ഈ തിയറീസിനെ കാണുന്നത്. ആ തിയറിയിലുള്ള കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. കൺട്രോൾ ദ ബയോളജിക്കലി ബേസ്ഡ് ഇൻസ്റ്റിങ്ക്റ്റിനെ ബേസ്ഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മുടെ സ്റ്റിമുലസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഏതെന്ന് പറയുന്നത് മാജിക് ബുള്ളറ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആണ് ഏതിലുള്ളത്, ഈ സൈക്കോളജി ആൻഡ് മീഡിയ എന്നുള്ള പാർട്ടിലുള്ളത്. ഓക്കെ.